ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ചേട്ടനും ഉണ്ട് കൂടെ. എന്താണ് പറയാനുള്ളത്? കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ കുറച്ച് ഫേമസ് ആയ സിനിമ കോമഡി ഡയലോഗ് അത് ഏത് സിനിമയിലാണെന്ന് കണ്ടുപിടിക്കണം. ഡയലോഗ് അത് ഏത് സിനിമയിലാണെന്ന് പറയുന്നത്. അത് കോമഡി ഡയലോഗ് ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയ്ക്കും പോപ്പുലർ ആയതിനെ കണ്ടിട്ട് മനസ്സിലായില്ലേടെ ജാടത്തല്ലേ അതേത് സിനിമയില്? ഇത്രയ്ക്കും പോപ്പുലർ ആയതിനെ കണ്ടിട്ട് മനസ്സിലായില്ലേടെ ജാടത്തല്ലേ. 2 ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ചാൻസ് തെറ്റിയാൽ അടുത്ത ചാൻസ് ഉണ്ട്. പറയണം. അറിയാമോ അതേത് സിനിമയാണെന്ന്? ഇത് സലീംകുമാറിന്റെ ഒരു സിനിമ ഡയലോഗ് അല്ല. ചതിക്കാത്ത ചന്തു. ചോദിക്കാവേ, ഇപ്പൊ ശരിയാക്കി തരാം. അത് ഏത് സിനിമയാണെന്ന് അറിയോ? എന്നും ഞായറാഴ്ച ഉള്ള സിനിമയാണ്. കൈരളി VTVയിലൊക്കെ വരുന്നത്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന സിനിമ മോഹൻലാലിന്റെ പഴയ സിനിമയിലെ ഒരു ഡയലോഗ്. കറക്റ്റ്. അടുത്തെന്ന് വെച്ചാല് പുരുഷ് എന്നെ അനുഗ്രഹിക്കുന്നു. അത് ഞാൻ പറയാം. ഏറ്റവും ഫേമസ് ആയ കോമഡി ഡയലോഗ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഇച്ചിരി ടഫായിട്ടുള്ളത് എഴുതി കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. അടുത്തത് നോക്കണ്ടയുടെ ഉണ്ണി ഇത് ഞാനല്ല. അതിനകത്ത് ഒത്തിരി ചിരിക്കാനുണ്ട് ആ സിനിമയില്. നോക്കണ്ടയുടെ ഉണ്ണി ഇത് ഞാനല്ല. അതെന്നും കാണുന്ന സിനിമയാണ്. നമ്മൾ ആ സീനൊക്കെ കാണാൻ ഓരോ ഡയലോഗ്. നോക്കണ്ടയുടെ ഉണ്ണി ഇത് ഞാനല്ല. പറക്കൊന്നുമില്ല. പറക്കം തളിക കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതേത് സമയല്ലേ? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതും ഒരു ദിലീപിന്റെ സിനിമയാണ്. ഒരു ക്ലൂ തന്നേക്കാം. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അറിയില്ലായിരുന്നോ? ഇതെല്ലാം മലയാളികൾക്ക് കണ്ട് മടുത്തൊരു സിനിമയാണ് കേട്ടോ. മടുക്കത്തില്ല, എന്നാലും പിന്നെയും കാണാൻ തോന്നുന്നു. ഇനി അടുത്തെന്ന് വെച്ചാല് ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്. അതേത് സിനിമയില്? കോളനി. അതിന് മുമ്പേ വേറെ ഒരെണ്ണം ഉണ്ട്, ഒരു പേരുണ്ട്. കറക്റ്റ്. പിന്നെ വേറൊരു ഡയലോഗ് എടുത്തത്. കാലത്ത് തന്നെ നേരം വിളിക്കുവാണല്ലോ ഈശ്വര. അത് ചിരിക്കാനൊക്കെ ഉണ്ട് ഒത്തിരി. കാലത്ത് തന്നെ നേരം വിളിക്കുവാണല്ലോ ഈശ്വര. അതൊരു ദിലീപിന്റെ സിനിമയാണ്. ഒത്തിരി പേര് ചിരിക്കാനുണ്ട്. കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന സംഭവം. ക്ലൂ പറയാം. വീട്ടിലല്ല, ഒരു ഇതിൽ താമസിക്കുന്ന ഒരു കഥയാണ് ഇത്. സിനിമ കുബേരൻ സിനിമയിലെ അതില് രാവിലെ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദിലീപ് പറയുന്ന സിനിമയാണ്. അതിൽ ഡയലോഗ് ഇങ്ങനെ ഡോർ തുറക്കുമ്പോഴത്തേനും പറയുന്ന ഡയലോഗാണ്. കാലത്ത് തന്നെ നേരം വിളിക്കാണല്ലോ ഈശ്വര. പിന്നെ അടുത്ത ഡയലോഗാണ്. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി. അത് ഈ ഇടയ്ക്ക് കൂടെ ആ സിനിമ കണ്ടിട്ടുള്ളൂ. പറ സിനിമ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇതേത് സിനിമ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അല്ലല്ലോ, ഇതും ഒരു കല്യാണത്തിന്റെ ഒരു സിനിമ. പറഞ്ഞോളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന സിനിമ. ഇതിന്റെ ഡയലോഗൊക്കെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിലീപിന്റെ സിനിമയാണ്. ഇത് ഒരു ക്ലൂ തന്നു ഇതിൽ കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ എത്ര തവണ ഇത് കണ്ടിച്ചിരിക്കും. പറഞ്ഞു. ഒരു കല്യാണം ആണ് ഇതിലെ മെയിനായിട്ട്. കറക്റ്റ്. ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ടാവേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും എന്നെ അറിയാമോ? ഒരാളോട് പറയുന്നതായിട്ടാണ് ഈ ഡയലോഗ്.
ഈ നാട്ടിലെ പട്ടിക്കും പൂജയ്ക്കും എന്നെ അറിയാം. കഴിഞ്ഞ ദിവസം കൂടി ഈ സിനിമ ഉണ്ടായിരുന്നു, ഏതൊരു പണിമുടക്കിൻ്റെ സമയത്ത് കണ്ട് ഈ സിനിമ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ പട്ടിക്കും പൂജയ്ക്കും എന്നെ അറിയാമെന്ന് പറയുന്നത് ഇതൊരു സിനിമ നടനല്ല, ഇതിൽ നടനായിട്ടല്ല, നടൻ പറയുന്നതല്ല, ഇതൊരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. മേഘം സിനിമ, മമ്മൂട്ടിയോട് ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ്. പിന്നെ അടുത്തത് തനിക്കൊരു ജട്ടി ഇട്ടുണ്ടായിരുന്നു, അതേ സിനിമ. യെസ്, കറക്റ്റാണ്. ചോദിച്ച് പോവാം, അതേ സിനിമയില് നമുക്ക് ചോദിച്ച് പോകാന്നൊക്കെ പറയുന്ന സിനിമ. വഴി തെറ്റി പോകുന്ന ഒരാളുടെ അടുത്തേക്ക് എത്താൻ പോകുന്ന ഒരാളുടെ ഡയലോഗ് ഉണ്ട്. ആ സിനിമയുടെ പേര് മോഹൻലാലിന്റെ സിനിമയാണ്. മോഹൻലാൽ ഒരാളോട് പറയുന്ന ഡ്രൈവർ, ആ സിനിമയുടെ പേര് അതിൽ നന്ദിനി ഒക്കെയാണ്. അതിനകത്ത് ശ്രീനിവാസനുണ്ട് ആ സിനിമയിൽ. വെള്ളം അടിച്ചിട്ട് കാറിൽ അപ്പോൾ ഡ്രൈവറിനോട് പറയാം നമുക്ക് ചോദിച്ചു പോയി എവിടെയൊക്കെ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സിനിമയുടെ പേര് എന്തായിരുന്നു എനിക്കറിയാം. ഇതിലില്ലാത്തതാണ് ഞാൻ ഓർത്തോർത്ത് പറഞ്ഞത്. അതറിയാവുന്നവർ കമന്റ് ചെയ്യും കേട്ടോ. അതങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എൻ്റെ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ കാണുന്നതാണ്. കുറേ ഒന്നും അറിയത്തില്ല, ചുമ്മാ എല്ലാം ക്ലൂ പറഞ്ഞു കൊടുക്കും. ക്ലൂ പറഞ്ഞു 2-3 പറഞ്ഞതേ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയും. വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. വീട്ടിൽ ഇതൊന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കണ്ടോ, ഇതിങ്ങനൊന്നും പറ്റില്ല, അങ്ങനൊന്നും പറ്റൂല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എന്നോട് ചോദിക്കാം. എനിക്ക് ഏതൊക്കെ സിനിമയിലെ ഡയലോഗ് ഈ കണ്ട സിനിമ തന്നെ പിന്നെ കൊണ്ട് കുറേ സിനിമ കാണുന്നുണ്ട്. വേറെ ചലഞ്ചുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം പറഞ്ഞോളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.